ഹലോ ഗുഡ് മിസ്. അങ്ങനെ പഞ്ചാബിനെയും കൊൽക്കത്തയുടെയും പ്ലേ ഓഫ് മോഹങ്ങളെ തച്ചുടച്ച് രാജസ്ഥാൻ റോയൽസ്. ഇന്നലെ നടന്ന ആദ്യ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ 30 റൺസിന് തോൽപ്പിച്ചാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ ഈ ഒരു പ്ലേ ഓഫ് പ്രവേശനം. ഇതോടെ 4ാം സ്ഥാനത്തുള്ള രാജസ്ഥാൻ റോയൽസ് 3ാം സ്ഥാനക്കാരായ സൺറൈസേഴ്സിനെ എലിമിനേറ്ററിൽ നേരിടുന്നതായിരിക്കും. എന്തായാലും 4ാം സ്ഥാനക്കാർ ആരാണെന്ന് അറിയാൻ എന്തായാലും അവസാന മത്സരം വരെ കാത്തിരിക്കേണ്ടി വന്നില്ല. ഇന്നലെ നടന്ന ആദ്യ മത്സരത്തിൽ തന്നെ ഏകദേശം തീരുമാനമായി. പക്ഷേ ഒരു 7 മണി 7:15 വരെ ഇരു ടീമുകൾക്കും പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം അപ്പോൾ മുംബൈക്ക് വേണ്ടി ഹാർദിക് പാണ്ഡ്യയും സൂര്യകുമാർ യാദവും ക്രീസിൽ ഉറച്ചുന്ന ഒരു ടൈമായിരുന്നു. പക്ഷെ പെട്ടെന്നായിരുന്നു ഇരുവരുടെയും മടക്കും മുംബൈയുടെ തോൽവിയിലേക്കുള്ളൊരു യാത്ര. ഇന്നലത്തെ ആദ്യ മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിങ്ങിനാണെങ്കിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ തുടക്കം ബാറ്റിംഗ് തകർച്ചയോടെയായിരുന്നു. പവർ പ്ലേയിൽ തന്നെ വൈഭവ് സൂര്യവംശിയും അതുപോലെ തന്നെ യശസ്വി ക്യാപ്റ്റൻ റിയാൻ പരാഗ് എന്നിവരുടെ തുടക്കത്തിൽ തന്നെ രാജസ്ഥാന് നഷ്ടമായിരുന്നു. എന്നാൽ പിന്നീട് വന്ന ദാസും ഷെണങ്ങിയും അതുപോലെ തന്നെ ധ്രുവ് ജുഡോലും 4ാം വിക്കറ്റിൽ 45 റൺസിൻ്റെ ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിയ ആ ഒരു ബാറ്റിംഗ് തകർച്ചയാണ് രാജസ്ഥാനെ രക്ഷിച്ചത്. എന്നാൽ 6 സ്കോർ 99 നിൽക്കിയ ദാസും ഷെണങ്ങിയും മുന്നോട്ടാക്കി മുംബൈ ആ ഒരു പാർട്ട്ണർഷിപ്പ് അവിടെ ബ്രേക്ക് ചെയ്തിരുന്നു. പിന്നാലെ ധ്രുവ് ജോർഡൻ അതുപോലെ തന്നെ ഡെനോവയും ഫെരേറയും മുംബൈ ഇന്ത്യൻസ് ഡഗോഡിലെത്തിയോടുകൂടി രാജസ്ഥാൻ സ്കോർ 139-6 എന്ന നിലയിലേക്ക് കുപ്പൂത്തുകയായിരുന്നു. രാജസ്ഥാൻ റോയൽസ് ചെറിയൊരു ടോട്ടലിലേക്ക് ഒതുങ്ങുമെന്ന് കരുതിയ മുംബൈക്കും അതുപോലെ തന്നെ കൊൽക്കത്തയ്ക്കും പഞ്ചാബിനൊക്കെ തെറ്റിയും പിന്നീട് വന്ന ജോഫ്ര ആർച്ചറിൻ്റെയും അതുപോലെ തന്നെ രവീന്ദ്ര ജഡേജ എന്നിവരുടെയൊക്കെ ഒരു ഇന്നിങ്സ് രാജസ്ഥാൻ റോയൽസിന് മികച്ചൊരു, അതായത് 200 രാജസ്ഥാൻ സ്കോർ 200 കടത്തുകയായിരുന്നു. 205-8 എന്ന നിലയിലാണ് രാജസ്ഥാൻ ഇന്നലെ ഇന്നിങ്സ് ഫിനിഷ് ചെയ്യുന്നത്. എടുത്തു പറയേണ്ടത് ജോഫ്ര ആർച്ചറിൻ്റെ ആ ഒരു ക്യാമിയോ ഇന്നിങ്സ് തന്നെയാണ്. ജോഫ്ര ആർച്ചർ ഇന്നലെ 15 പന്തിൽ 1 4 3 6 ഉൾപ്പെടെ 32 റൺസാണ് രാജസ്ഥാൻ റോയൽസിന് വേണ്ടി നേടിയത്. അതുപോലെ തന്നെ രവീന്ദ്ര ജഡേജ അവസാനവട്ട ഒരു ഫിനിഷിങ്ങും 11 പന്തിൽ 3 4 ഉൾപ്പെടെയാണ് ഇന്നലെ രവീന്ദ്ര ജഡേജ 19 റൺസ് നേടിയത്. ഇന്നലെ രവീന്ദ്ര ജഡേജ അവസാന ഓവറിൽ ഷാർദുൽ താക്കറിൻ്റെ ബോളിൽ പുറത്തായിരുന്നു. അതൊരു നോ ബോളായി മാറുകയും ഈ രവീന്ദ്ര ജഡേജ പുറത്തായപ്പോൾ ഷാർദുൽ താക്കർ കാണിച്ച ആ ഒരു സെലിബ്രേഷൻ തന്നെ നോ ബോൾ വിളിച്ചപ്പോൾ രവീന്ദ്ര ജഡേജ തിരിച്ചു വന്ന് കാണിച്ചതൊക്കെ അതൊക്കെ നല്ല രസകരമായ കാഴ്ചകൾ തന്നെയായിരുന്നു അവസാന ഓവറിൽ കണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ രാജസ്ഥാൻ കൈവിട്ട മത്സരം തിരിച്ചുപിടിക്കുകയെന്ന് വേണമെങ്കിൽ പറയാം. എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് മുംബൈയുടെ അവസാനത്തെ 5 ഓവറിൽ ഇന്നലെ രാജസ്ഥാൻ നേടിയത് 73 റൺസാണ്. ജാസ്പ്രീത് ബുംറയുടെ അഭാവം ശരിക്കും ഇന്നലെ മുംബൈ ഡെത്ത് ബോളിൽ കാണാമായിരുന്നു. അവസാന ഓവറിലാണ് കൂടുതൽ റൺസ് രാജസ്ഥാൻ നേടിയത്. പിന്നെ ഫീൽഡിങ്ങിലായിരുന്നു നല്ല മോശം പ്രകടനമായിരുന്നു മുംബൈയുടെ ഭാഗത്തു നിന്നും കണ്ടത്. അങ്ങനെ രാജസ്ഥാൻ ഒരു നല്ലൊരു ടോട്ടലിലേക്ക് എത്തിച്ചതും മുംബൈയുടെ ഈ ഒരു പോരായ്മകളൊക്കെ തന്നെയാണ്. രാജസ്ഥാൻ വിക്കറ്റ് കീപ്പറായ ധ്രുവ് ജോർഡനാണ് ഇന്നലെ രാജസ്ഥാൻ്റെ ടോപ്പ് സ്കോററായി മാറിയത്. 26 പന്തിൽ 3 4 2 6 ഉൾപ്പെടെ 38 റൺസ്. പക്ഷേ എടുത്തു പറയേണ്ടത് ജോഫ്ര ആർച്ചറിൻ്റെ ആ ഒരു ഇന്നിങ്സ് തന്നെയാണ്. വെറും 15 പന്തിൽ നേടിയ 32 റൺസിൻ്റെ. അങ്ങനെ രാജസ്ഥാൻ്റെ ഈ ഒരു സ്കോർ മറികടക്കാൻ ഇറങ്ങിയ മുംബൈക്ക് പവർ പ്ലേയിൽ തന്നെ ബാറ്റിംഗ് തകർച്ച നേരിടുന്ന കാഴ്ചയാണ് കണ്ടത്. പവർ പ്ലേയിൽ തന്നെ മുംബൈ ടോപ്പ് ഓർഡറിലെ 4 ബാറ്റ്സ്മാൻമാരും കൂടാരം കയറി. ആദ്യ ഓവറിൽ തന്നെ രോഹിത് ശർമ്മയെ 0-ന് മുടക്കി ജോഫ്ര ആർച്ചർ ആ ഒരു ബാറ്റിംഗ് തകർച്ചയ്ക്ക് ഇന്നലെ തുടക്കം കൊടുക്കുകയായിരുന്നു. ഏറ്റവും അപകടകാരിയായ ജോഫ്ര ആർച്ചർ തന്നെയാണ്. പവർ പ്ലേയിൽ തന്നെ രോഹിത് ശർമ്മയുടെയും അതുപോലെ തന്നെ മഹേന്ദ്രൻ്റെയും വിക്കറ്റുകൾ നേടിയത് ജോഫ്ര ആർച്ചറാണ്. ജോഫ്ര ആർച്ചർ തന്നെയാണ് ഇന്നലെ രാജസ്ഥാൻ്റെ വിജയശില്പി എന്ന് വേണമെങ്കിൽ പറയാം. ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഒരുപോലെ നല്ല പ്രകടനം കാഴ്ചവെച്ചത്. പിന്നീടാണ് നമ്മുടെ സൂര്യകുമാർ യാദവിൻ്റെ രക്ഷാപ്രവർത്തനം കാണുന്നത്. 5ാം വിക്കറ്റിൽ വിൽ ജാക്സനെ കൂട്ടുപിടിച്ച് 63 റൺസിൻ്റെ പാർട്ട്ണർഷിപ്പും അതുപോലെ തന്നെ 6ാം വിക്കറ്റിൽ വിൽ ജാക്സ് പുറത്തായതിനു ശേഷം 6ാം വിക്കറ്റിൽ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയെ കൂട്ടുപിടിച്ച് 43 റൺസിൻ്റെ പാർട്ട്ണർഷിപ്പും മുംബൈയെ വിജയത്തിലേക്ക് എത്തിയെന്ന് തോന്നിച്ചു. 16ാം ഓവറിൽ ഹാർദിക് പാണ്ഡ്യയെ ജോഫ്ര ആർച്ചർ വീഴ്ത്തിയോടുകൂടി മുംബൈയുടെ കാര്യം ഏകദേശം തീരുമാനമെന്ന് പറയാം. ക്യാപ്റ്റൻ കുൻഫു പാണ്ഡ്യ നല്ല 15 പന്തിൽ 3 4 2 6 ഉൾപ്പെടെ 34 റൺസാണ് നേടിയത്. കുൻഫു പാണ്ഡ്യ ഒരു ഘട്ടത്തിൽ മുംബൈയെ വിജയത്തിലേക്ക് എത്തിക്കുമെന്ന് തോന്നിച്ചെങ്കിലും അതൊന്നും ഉണ്ടായില്ല. കാരണം അദ്ദേഹം ബൗണ്ടറി അടിച്ച് നേടിയ ശേഷം ഒരു പഞ്ചൊക്കെ ചെയ്തിട്ടാണ്, ഒരു ആക്ഷനൊക്കെ ചെയ്തിട്ടാണ് പുള്ളിയുടെ ഇന്നലത്തെ ഒരു ബാറ്റിങ്. അത് എന്തായാലും രസകരമായിരുന്നു. ആ ഒരു രസം മാത്രമേ ഉണ്ടായുള്ളൂ, വേറൊന്നും ഉണ്ടായില്ലേ. പക്ഷേ മറുവശത്ത് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ഉറച്ചു നോക്കുമെന്ന് വിചാരിച്ചെങ്കിലും സൂര്യകുമാറിനെ പുറത്താക്കി നരേന്ദ്ര പടകർ മുംബൈയുടെ കഥ കഴിച്ചു. 42 പന്തിൽ 3 4 4 6 ഉൾപ്പെടെയാണ് 60 റൺസാണ് സൂര്യകുമാർ യാദവ് മുംബൈക്ക് വേണ്ടി നേടിയത്. അങ്ങനെ 175 റൺസിന് മുംബൈ ഇന്ത്യൻസ് വീഴുകയായിരുന്നു. പിന്നീട് വന്ന കോർബിൻ ബോഷനും ഷാർദുൽ താക്കൂർ, ദീപക് ചഹർ ഇവരൊക്കെ അത്യാവശ്യം ഓൾറൗണ്ടേഴ്സാണ്, ബാറ്റ് ചെയ്യാൻ സാധിക്കുന്നവരാണ്. അവർക്കൊന്നും കാര്യമായി ഒന്നും സാധിക്കാതെ രാജസ്ഥാന് കീഴടങ്ങുകയായിരുന്നു. രാജസ്ഥാനെ പ്ലേ ഓഫിൽ എത്തിച്ച് അവർക്ക് ടാറ്റ പറഞ്ഞു പോയി. അങ്ങനെ പഞ്ചാബിൻ്റെയും കൊൽക്കത്തയുടെയൊക്കെ പ്ലേ ഓഫ് മോഹം ഇല്ലാതാക്കി മുംബൈ ഇന്ത്യൻസ് അവരെ ഈ
ഈ സീസണിലെ ഏറ്റവും ലോവസ്റ്റ് സ്കോറിൽ അവസാനം ചെയ്യുന്നത്. അതായത് 8 മത്സരങ്ങളിൽ നിന്ന് 14 മത്സരങ്ങളിൽ വെറും 8 പോയിന്റ് മാത്രം മുംബൈ ഇന്ത്യൻസിന് ഈ സീസണിൽ നേടായിരുന്നു. ലക്നൗ സൂപ്പർ ജയൻസിനും സെയിം സ്കോർ തന്നെയാണ്. 14 മത്സരങ്ങളിൽ നിന്ന് 8 പോയിന്റുമായിട്ട് മുംബൈയും ലക്നൗവും ഈ സീസണിലെ മോശം ടീമുകളായി മാറിയിരിക്കുകയാണ്. രണ്ടാമത്തെ മത്സരത്തിലേക്ക് വരാൻ വെച്ചാൽ KKR ടോസ് നേടി ഡൽഹിയെ ബാറ്റിങ്ങിനയക്കുകയായിരുന്നു. ടോസ് നേടുന്ന വരെ കൊൽക്കത്തയ്ക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ ക്രീസിൽ പാണ്ഡ്യയും സൂര്യകുമാർ യാദവും ഒന്ന് തകർത്തടിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. എന്നാൽ പെടുന്നതിനെയാണ് കാര്യങ്ങളൊക്കെ മറിഞ്ഞത്. ഹാർദിക് പാണ്ഡ്യയും സൂര്യകുമാർ യാദവും ഒക്കെ പെട്ടെന്ന് തന്നെ മടങ്ങുകയും മുംബൈ ഒരു തോൽവിയിലേക്ക് നീങ്ങിയതും എക്സാക്റ്റ് ഒരു കൊൽക്കത്ത ഡൽഹി മത്സരം തുടങ്ങിയതിന് ശേഷമാണ് ആ ഒരു കൊളാപ്സ് ഒക്കെ വന്ന് മുംബൈ ആ ഒരു സ്കോറിന് ഒതുങ്ങിപ്പോയത്. ആദ്യം ബാറ്റ് ചെയ്ത് ഡൽഹി ഉയർത്തിയത്, അതായത് മുന്നത്തെ മത്സരത്തിലെ ആ ഒരു ടോട്ടൽ തന്നെ ഏകദേശം, അതായത് 2 റൺസിന് വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആദ്യ മത്സരത്തിൽ രാജസ്ഥാൻ 205 റൺസിൻ്റെ ടോട്ടലാണ് ഉയർത്തിയെങ്കിൽ രണ്ടാമത്തെ മത്സരത്തിൽ ഡൽഹി 203 റൺസിൻ്റെ ഒരു ടാർഗറ്റാണ് കൊൽക്കത്തയ്ക്ക് മുമ്പിൽ വെച്ചത്. എടുത്തു പറയേണ്ടത് KL രാഹുലിൻ്റെ ആ ഒരു ഇന്നിങ്സാണ്. 30 പന്തിൽ 60 റൺസാണ് ഇന്നലെ KL രാഹുൽ ഡൽഹിക്ക് വേണ്ടി അടിച്ചത്. 5 4 4 6 ഉൾപ്പെടെ ഡൽഹിയുടെ ടോപ്പ് സ്കോറായതും KL രാഹുലാണ്. എന്നാൽ കൊൽക്കത്തയുടെ മറുപടി 163 റൺസിന് അവസാനിക്കുകയായിരുന്നു. 163 റൺസിന് ഓൾ ഔട്ട് ആയിരുന്നു. ഒരു ഘട്ടത്തിൽ 128-3 എന്ന നിലയിൽ ശക്തമായ നിലയിലായിരുന്നു KKR ഇന്നിങ്സ്. പെടുന്നതിനെയാണ് 129-6 എന്ന നിലയിൽ ഊപ്പുത്തിയത്. എടുത്തു പറയേണ്ടത് കുൽദീപ് യാദവിൻ്റെ ഒരു ബോളിംഗ് പ്രകടനമാണ്. ബാക്ക് ടു ബാക്ക് 2 വിക്കറ്റ്സ്, ഒരു ഹാട്രിക്കിനുള്ള ഒരു ചാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ജസ്റ്റ് കീപ്പറിൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോവുകയായിരുന്നു. പിന്നത്തെ ബോളിൽ അക്സർ പട്ടേലും നമ്മുടെ തേജസ്വി യാദവിനെ പുറത്താക്കിയതോടുകൂടി 129-6 എന്ന നിലയിലേക്ക് KKR കൂപ്പുകുത്തി. ഇവിടെ വന്ന ആർക്കും ഒരു നല്ലൊരു ഇന്നിങ്സും കാഴ്ചവെക്കാൻ സാധിക്കാതെ വന്നതോടുകൂടി KKR 40 റൺസിന് ഡൽഹിയോട് പരാജയപ്പെടുകയായിരുന്നു. ഇന്നലെ KKRൻ്റെ ടോപ്പ് സ്കോറായത് അജിൻക്യ രഹാനെയാണ്. ക്യാപ്റ്റൻസ് അജിൻക്യ രഹാനെയാണ് ഇന്നലെ KKRന് അല്പമെങ്കിലും ഒരു ഭേദപ്പെട്ട പ്രകടനം കൊടുത്തത്. 33 4 വീതം 4 6 ഉൾപ്പെടെ 63 റൺസ്. പിന്നെ ബോളിങ്ങിൽ ഡൽഹിയുടെ ബോളിങ്ങിൽ നല്ല മികച്ച പ്രകടനമായിരുന്നു കുൽദീപ് യാദവും ലുങ്കി സാങ്കിയങ്കിടി നടത്തിയത്. ഫിന്നലൻ്റെയും അതുപോലെ തന്നെ മനീഷ് പാണ്ഡെയുടെയും വിക്കറ്റ് എടുത്ത ലുങ്കിയങ്കിടി ആയിരുന്നു ഇന്നലെ പ്ലെയർ ഓഫ് ദ മാച്ച് ആയത്. 3.4 ഓവറിൽ 3 വിക്കറ്റാണ് ഇന്നലെ അദ്ദേഹം നേടിയത്. അതുപോലെ കുൽദീപ് യാദവ് ഇന്നലെ 4 ഓവർ എറിഞ്ഞ് 3 വിക്കറ്റ് നേടുകയും ചെയ്തു. അപ്പോൾ ഇന്നലെ കളിച്ച 2 ഹോം ടീമുകൾക്കും തോൽവിയാണ്. അതായത് വാങ്കഡയിൽ കളിച്ച മുംബൈ ഇന്നലെ രാജസ്ഥാനോട് തോൽവി ഏറ്റുവാങ്ങി. അതുപോലെ തന്നെ ഈഡൻഗാർഡനിലും കളിച്ച കൊൽക്കത്ത ഇന്നലെ ഡൽഹിയോടും തോൽവി ഏറ്റുവാങ്ങി. അങ്ങനെ സ്വന്തം നാട്ടിൽ തോൽവി ഏറ്റുവാങ്ങിയാണ് ഇരു ടീമുകളുടെയും അവസാനത്തെ മത്സരം കളിച്ചത്. അപ്പോൾ അടുത്ത സീസണിൽ ഇരു ടീമുകളും ശക്തമായി തിരിച്ചു വരട്ടെ എന്ന് ആഗ്രഹിക്കാം. പ്ലേ ഓഫിലെത്തുന്ന ടീമുകൾ നല്ല മത്സരം കാഴ്ചവെക്കട്ടെ എന്ന് നമുക്ക് കാണാം. ആരൊക്കെ അവരുടെ 2ാം കിരീടം സ്വന്തമാക്കുന്നു നമുക്ക് കാത്തിരുന്നതാണ്. അതുവരേക്കും ബൈ.